115 വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഭീമൻ കിണറിന് പുനർജീവൻ. 50 വർഷമായി ഉപയോഗിക്കാതിരിക്കുകയും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയും ചെയ്ത കിണർ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെയാണ് പുനരുദ്ധരിച്ചത്. വരും നാളുകളിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കിണറിൽ നിന്ന് വെള്ളം എത്തി തുടങ്ങും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഗുഡ് സ്റ്റേഷനോട് ചേർന്നുള്ള ഈ ഭീമൻ കിണറിന് പ്രായം ഏകദേശം 115 ആണ്. 1902 തൃശൂരിൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയപ്പോൾ നിർമ്മിച്ചതാണ് ഈ കിണറെന്ന് കരുതപ്പെടുന്നു. സ്റ്റേഷനിലെ ആവശ്യങ്ങൾക്കൊപ്പം ആവി എഞ്ചിൻ ട്രെയിനുകൾക്കുള്ള വെള്ളവും എടുത്തിരുന്നത് ഈ കിണറ്റിൽ നിന്ന് തന്നെ. പിന്നീട് പീച്ചി ഡാമിൽ നിന്ന് ജലമെത്തിയതോടെ ഭീമൻ കിണറിനെ അവഗണിച്ചു. ഇക്കഴിഞ്ഞ വേനലിൽ സ്റ്റേഷനിലുണ്ടായ വലിയ ജലദൗർലഭ്യമാണ് ഭീമൻ കിണറ്റിലേക്ക് സ്റ്റേഷൻ മാനേജറുടെ കണ്ണെത്തിച്ചത്. പിന്നീട് ധൃതി പിടിച്ച് കാര്യങ്ങൾ നീക്കി. സ്ഥലം MLA കൂടിയായ കൃഷിമന്ത്രി VS സുനിൽകുമാർ ഹരിത കേരളത്തിൽ ഉൾപ്പെടുത്തി 23 ലക്ഷം രൂപ അനുവദിച്ചു. 4 മാസത്തെ പരിശ്രമം കൊണ്ട് മാലിന്യ കേന്ദ്രം നല്ല കിണറായി മാറി. കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു. ഇനി ഇതിൻ്റെ ചുറ്റുപാട് നമ്മൾ ഞാൻ കാണുന്ന ഈ പ്ലാറ്റ്ഫോം, ഇവിടെ ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇതിനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇനി ഒരു കരട് പോലും ഉള്ളിലേക്ക് വീഴാത്ത രീതിയിൽ നല്ല ഒരു നെറ്റ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് പലരും ഇപ്പോൾ ഈ കിണർ വന്ന് കാണാനായിട്ട് വരുന്നുണ്ട്. ഇത്രയും നല്ലൊരു കിണർ തൃശ്ശൂർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 10 മീറ്റർ ആഴവും 9 മീറ്ററിലേറെ വ്യാസവുമുണ്ട് കിണറിന്. മഴ തുടങ്ങിയതോടെ 7 മീറ്ററോളം വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. കിണർ മൂടുന്ന പണി കൂടി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെള്ളം അടിച്ചു തുടങ്ങും. ആദ്യ വർഷം കുടിക്കാൻ ഉപയോഗിക്കുന്നില്ല. പഴയകാലത്ത് വെള്ളമടിക്കാൻ ഉപയോഗിച്ചിരുന്ന ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഹാൻഡ് പമ്പിംഗ് യന്ത്രവും ചരിത്ര സ്മാരകം പോലെ കിണറിന് മുകളിലെ കൽഭിത്തിയിലുണ്ട്. മീഡിയ 1 തൃശ്ശൂർ.